ഹായ് ഫ്രണ്ട്സ്, ന്യൂസ് തട്ടുകടയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി നല്ല ടേസ്റ്റി മുട്ടയിട്ട ക്യാബേജ് തോരൻ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്: ഒരു ചെറിയ ക്യാബേജ് നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 1/2 കപ്പ് തേങ്ങ, ഒരു ഞെട്ട് വേപ്പില, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്. നമുക്ക് നോക്കാം ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. നമുക്ക് ആദ്യം തന്നെ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, മുട്ടയില്ല ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് ഈ ബൗളിലേക്ക് ഇട്ട് നന്നായിട്ട് തിരുമ്മി പിടിച്ച് ഒരു 5 മിനിറ്റ് നേരം നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ആ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ആഡ് ചെയ്തു, സവാള ആഡ് ചെയ്ത് കൊടുക്കാം, പച്ചമുളകും വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം, നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചങ്ങോട്ട് പിടിപ്പിക്കണം. നന്നായിട്ട് കുഴച്ച് പിടിപ്പിച്ചെടുക്കും. ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മുടെ ക്യാബേജ് നന്നായിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ച് അരപ്പൊക്കെ അങ്ങോട്ട് പിടിച്ച് ഒരു 5 മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് വഴറ്റിയെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 30 ml എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഒരു പിടി കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാബേജിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇനി ഇത് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാബേജ് വെന്ത് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് ജസ്റ്റ് ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മുട്ട ചിക്കൂലേ അതേപോലെ നന്നായിട്ട് ചിക്കിയെടുക്കാം. ഞാനിവിടെ ഒരു മുട്ട എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം 2 മുട്ടയോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം. പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. നിങ്ങളുടെ അളവും എൻ്റെ അളവും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ ഉപ്പും എരിവൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്യാബേജും മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.